നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണെന്ന സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടിയായി. മലപ്പുറത്ത് നടന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉണ്ടായ സംവാദത്തിൽ മനോരമയുടെ ജോണി ലൂക്കോസ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായാണ് വേണമെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനും മുസ്ലിം ലീഗ് തയ്യാറാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഇതോടെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലായി. UDF അധികാരത്തിൽ വന്നാൽ സാധാരണഗതിയിൽ കോൺഗ്രസിനാണ് എക്കാലവും മുഖ്യമന്ത്രി സ്ഥാനം. എന്നാൽ ഇത്തവണ സംഗതിയൊന്ന് മാറി. വേണമെങ്കിൽ കോൺഗ്രസ് അനുവദിക്കുകയാണെങ്കിൽ, കോൺഗ്രസിന് താല്പര്യമുണ്ടെങ്കിൽ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഒരാളെ മുന്നോട്ട് വയ്ക്കാനും കഴിയുമെന്ന പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ പിടിച്ച് ഉലയ്ക്കുകയായിരുന്നു. കാരണം മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി UDF ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള പ്രചരണം അഴിച്ചുവിട്ടാൽ പിന്നെ കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ പച്ച തൊടാൻ പറ്റില്ല. CPM-ന് മൂന്നാം തവണയും അനായാസമായി ഭരണം ലഭിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരു സംശയം ഉയരുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വം എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്? അല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടിയായിട്ടാണെങ്കിലും ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്? മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വെട്ടിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ മൂന്നാം തവണയും CPM-ന് ഭരണം കിട്ടി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായാൽ തങ്ങൾക്ക് ഇടതുപക്ഷത്ത് പോയി മികച്ച മന്ത്രിസ്ഥാനങ്ങളുമായി അവിടെ ഭരണത്തിൽ തുടരാമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ടോ? ഏതായാലും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തോട് ലീഗിന് വലിയ താല്പര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തമ്മിലടി രൂക്ഷമായതോടെ ലീഗിന് വളരെയേറെ അസംതൃപ്തി ഉണ്ടായി. ആ അസംതൃപ്തി കൂടിയാണ് ലീഗ് നേതാവ് അല്ലെങ്കിൽ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ മറുപടിയിലൂടെ പ്രകടിപ്പിച്ചതെന്നും ഒരു വിഭാഗം കരുതുന്നുണ്ട്. എന്നാൽ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ലീഗ് നടത്തിയ ഒരു നീക്കമാണോ ഇത് എന്നുള്ള ഒരു സംശയവും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം PK കുഞ്ഞാലിക്കുട്ടിയെ പോരാളാണ് UDF അധികാരത്തിലേറിയാൽ മുഖ്യമന്ത്രിയാവുക എന്ന പ്രചരണം നടത്തിയാൽ മതി, പിന്നെ CPM-ന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഭരണം മൂന്നാമതും കൈ കെട്ടിയിരിക്കും. കാരണം പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ ലീഗിന്റെ നേതാവ് മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ള പ്രചരണം മറച്ചുവിട്ടാൽ മുസ്ലിങ്ങൾക്ക് സ്വാധീനം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് സ്വാധീനം കുറവുള്ള മധ്യ തെക്കൻ കേരളത്തിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും. കഴിഞ്ഞ തവണ കോൺഗ്രസിന് UDF-ന് ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായി വരും എന്നുള്ള പ്രചരണം 2021 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായപ്പോഴാണ്. അതിന് സമാനമായ രീതിയിൽ വേണമെങ്കിൽ UDF-ൽ മുസ്ലിം ലീഗ് വിചാരിച്ചാൽ അവർക്ക് മുഖ്യമന്ത്രി വരെ ആകാമെന്നുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട ഹൈന്ദവ ക്രിസ്ത്യൻ വോട്ടുകളെ മുഴുവൻ അത് CPM-ലേക്കോ BJP-യിലേക്കോ കൊണ്ടുപോകും. ആ ഒരു തന്ത്രം പിണറായി ആവിഷ്കരിച്ചതിൻ്റെ ഭാഗമായാണോ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിൽ പലപ്പുറത്ത് പറഞ്ഞത് എന്നുള്ള ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഈ തമ്മിലടി ലീഗിനെ വളരെയേറെ അസംതൃപ്തരും രോഷാകുലരുമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാം, നിങ്ങൾ തമ്മിലടിക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം ലീഗ് മുന്നോട്ട് വച്ചത് തന്നെ കോൺഗ്രസിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഏതായാലും ഈ ഒരു നിർദ്ദേശം പിണറായി വിജയന് അനുകൂലമായി ഭവിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത്. കാരണം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മതി, പിന്നെ കേരളത്തിൽ കോൺഗ്രസ് പച്ച തൊടില്ല.